ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മലയാളി വീട്ടമ്മ മുംബൈയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഒരു വീട്ടമ്മ രണ്ടാം വിവാഹം കഴിച്ചപ്പോൾ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ തന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. കാരണം നമ്മൾ അനുഭവങ്ങൾ നേർക്കാഴ്ചയായി ഇവിടെ പറയുമ്പോൾ അത് റിലേറ്റബിളായി കമൻറ്റ് ചെയ്യുകയും അത് സ്വന്തം ജീവിതവുമായി താരതമ്യം ഉള്ളതാണെന്ന് പലർക്കും തോന്നുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഫ്രണ്ട്സായ ഓരോരുത്തരിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടമ്മ അനുഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ യഥാർത്ഥത്തിൽ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മുംബൈയിൽ പോയി അവിടെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടുകയാണ്. തരക്കേടില്ലാത്ത ഒരു പയ്യനായിരുന്നു അത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവൾക്ക് ഞാൻ പറയുന്ന ഈ പെൺകുട്ടി സിംഗിൾ പാരൻ്റായിട്ടുള്ള ഒരാളിൻ്റെ മകളാണ്. ഒരേ ഒരു മകളേ ഉള്ളൂ. അവർ അവിടെയൊക്കെ ഇങ്ങനെ വീട്ടു ജോലിക്കും അങ്ങനെയൊക്കെ പോയാണ് ഈ മകളെ പഠിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതവും ഒരു ദുരിത ജീവിതം തന്നെയാണ്. അച്ഛൻ ചെറുപ്പത്തിലെ ഉപേക്ഷിച്ച് പോയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവളെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ ഒരു ട്രോമയൊക്കെ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ആൾക്കാരുമായി അടുക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെട്ട ആൾ നല്ല സാമ്പത്തിക നിലയിലുള്ള ഒരാളാണ്. യഥാർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആളൊരു മഹാരാഷ്ട്രീയനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരും മറ്റൊരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്ന് നമ്മൾ പറയുന്ന നവി മുംബൈയിൽ വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ മുംബൈ എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളുണ്ടല്ലോ, റായ്ഗഡ്, കുറേ ഡിസ്ട്രിക്റ്റുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് സാത്താറ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നാട് സംബന്ധമായ കാര്യങ്ങളൊന്നും ഇവിടെയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ പെണ്ണ് ഇഷ്ടപ്പെടുകയും പിന്നീട് ഇവിടെ കല്യാണം കഴിക്കുകയും ചെയ്യും കേട്ടോ. കല്യാണം കഴിച്ച് താമസിച്ച് ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെയും അടിയും ബഹളവും ഒന്നുമില്ല. അപ്പോൾ അവർ അമ്മയും മകളും ഒക്കെ സന്തോഷിച്ചു. കാരണം ഇത്രയും നല്ല ഒരു ജീവിതം മകൾക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ്. ഇതിനിടയിൽ കുറച്ച് നാളുകൾ ഇങ്ങനെ പോയി. ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടില്ല, വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല, ഇവയെല്ലാം കൊണ്ട് കൊടുക്കും, നോക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അങ്ങനെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളും എല്ലാമൊക്കെ നോക്കി ഒരു പെൺകുട്ടി ഇവൾക്ക് ജനിക്കുകയാണ്, ഞാൻ പറഞ്ഞ ഈ പെൺകുട്ടിക്ക്. അപ്പോൾ അതൊരു വീട്ടമ്മയായി മാറിയല്ലോ എന്തായാലും. അപ്പോൾ പെൺകുട്ടി ജനിക്കുന്നു. അതിനൊന്ന് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അപ്പം ഈ കുഞ്ഞിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ 2-3 വർഷം കടന്നുപോയി. അവിടെ സ്കൂളിൽ ചേർക്കാനുള്ള സമയമൊക്കെ ആയപ്പോൾ ഇയാൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകും കേട്ടോ. ഇവളെ നാട്ടിൽ കൊണ്ടുപോകില്ല. കാരണം നാട്ടിലുള്ളവർക്കൊന്നും ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ ഇവനെ സ്നേഹിച്ചു പോയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കാതെ അങ്ങ് വിവാഹത്തിലോട്ടെടുത്ത് ചാടുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇവർക്ക് പിറകിൽ അന്വേഷിക്കാനോ അവൻ്റെ നാട്ടിൽ പോയി അന്വേഷിക്കാനോ, ഇവരുടെ അമ്മ നല്ല രീതിയിൽ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നീ കല്യാണത്തിന് ഒരിക്കലും നമുക്ക് പറ്റില്ല, നമുക്ക് മലയാളിയായിട്ടുള്ള ആരെങ്കിലും മതി, അല്ലാതെ നമുക്ക് മഹാരാഷ്ട്രീയനോ അങ്ങനെയുള്ളതൊന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല, നമ്മളെ കൂടെ ആളും പേരും ഇല്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ മകൾ കേൾക്കാത്തതിൻ്റെ പുറത്താണ് ഈ വിവാഹം നടന്നത്. അപ്പം ഒരു കുഞ്ഞിന് സ്കൂളിൽ ചേർക്കാറായി. സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പതുക്കെ ഇവൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഈ കുഞ്ഞിനെ അവൻ്റെ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് അവന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പറഞ്ഞു എന്നും പിന്നെ ഇതിൻ്റെ പേരിലൊരു വഴക്കായി. എങ്ങനെയാണ് ഒരു അമ്മ സ്വന്തം മകളെ കൊടുത്തു വിടുന്നത്? അപ്പോൾ പറയും, അങ്ങനെയാണെങ്കിൽ ഞാനും വരും നാട്ടിലേക്കെന്ന് പറയുമ്പോൾ പറയും, ഇല്ല, അവിടെ നമ്മുടെ ഗ്രാമത്തിൽ ആരും നിന്നെ അംഗീകരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഇവർക്ക് അതിന് തകർന്ന മലയാളി സമാജത്തിലൊക്കെ പോയി പറഞ്ഞു.
അപ്പോൾ അവരൊക്കെ പോയി നമുക്ക് അന്വേഷിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വലിയ മുൻകൈ എടുക്കാനായിട്ട് ഇവളുടെ പുറകെ ആളില്ലാത്തതിൻ്റെ പുറത്ത് അത് മുന്നോട്ട് പോയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പിന്നെ സാമ്പത്തികം ഇവൻ കൊടുത്താലല്ലേ ഉള്ളൂ. ഇവനുമായിട്ട് വഴക്കായതിന് ശേഷം വലിയ സാമ്പത്തിക മേന്മയൊന്നുമില്ല വീട്ടിൽ. കൊടുത്താൽ കൊടുത്തു, ഇല്ലെങ്കിൽ ഇല്ല എന്നും ഈ പേരും പറഞ്ഞ് വഴക്കാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യം പിന്നീട് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഇവൻ ഓൾറെഡി നാട്ടിൽ കല്യാണം കഴിച്ചു. അതിൽ അവന് ഉണ്ടായിരുന്നത് 2 ആൺകുട്ടികളാണ്. അപ്പോൾ 2 ആൺകുട്ടികൾ, പിന്നെ ഇവന് പെൺകുട്ടി. അത് രണ്ടും സിസേറിയനിൽ ജനിച്ച 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ പെൺകുട്ടികളില്ല. അപ്പോൾ ഇവന് ഭയങ്കര ആഗ്രഹം ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ളത് അവൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെയായാലും അവിടെ നാട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ ആ നാട്ടിൽ അവൻ്റെ ഭാര്യയ്ക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം ഇവനിവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവൻ പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺകുഞ്ഞ് വേണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോയതെന്നാണ് വൈഫിന്. അവിടെ കുറേ പ്രശ്നങ്ങൾ പിന്നെ അറിയാമല്ലോ, മഹാരാഷ്ട്രീയൻസൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ നാട് പോലെ അത്ര ഈസി ആയിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് കളയുന്നത് അവർക്ക് ഭയങ്കര ഇതാണ്. ഒരുപക്ഷെ അങ്ങനെ വാങ്ങുന്നവർ തന്നെ വളരെ അപൂർവമാണ് ഡിവോഴ്സൊക്കെ. ഞാൻ അറിഞ്ഞത് വെച്ച് വാങ്ങുന്നവരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വാങ്ങും. പക്ഷേ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരൊക്കെ അവർക്കൊരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ അവരെ പുറത്താക്കുകയും ആൾക്കാർ അവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് കണക്കാക്കി പിന്നെ മഹാരാഷ്ട്രീയൻസിലൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കൽ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന് പിന്നെ കെട്ടിച്ചു കൊടുത്ത വീട്, അതായത് അമ്മ വീട്ടിൽ പോയി നിൽക്കുക എന്നൊക്കെ ഉള്ളത് വളരെ അപൂർവം കേസസിലേ ഉള്ളൂ. നമ്മളെ നാട്ടിലുള്ളതുപോലെ അവർ വീണ്ടും തിരിച്ച് അവരെ എടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ അവിടെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഈ ഇവൻ്റെ ഭാര്യയ്ക്ക് അവിടെ വലിയ വോയിസ് ഒന്നുമില്ല. ഇവൻ അന്ന് മുതലേ ഇങ്ങനെ തന്നെ നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ ആ ഇതാണ് ഈ മലയാളി കുടുംബത്തിൽ വന്ന് പെടുകയും ഇവൾക്ക് തോന്നിയ ഒരു ഇഷ്ടം അത് വിവാഹത്തിൽ ഇവൾക്ക് ഇഷ്ടം തോന്നിയില്ല, ഇവൾ പോയില്ലായിരുന്നെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് അവളുടെ ജീവിതത്തിലുണ്ടാവില്ല. പക്ഷേ അന്നത്തെ ഒരു പ്രായം, പെട്ടെന്നുണ്ടായ ഒരാൾ സ്നേഹം കാണിച്ച് വരുന്നു, എല്ലാം വാങ്ങിക്കൊടുക്കുന്നു, അതൊക്കെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചു ജീവിതം ഒരു പക്ഷേ അമ്മയെപ്പോലെ ആവില്ല, കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് കരുതിയാണ് ഇയാളെ കഴിച്ചത്. ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവൻ എന്നും വഴക്കാണ്. പിന്നെ അവൾക്ക് ഒരു മാർഗ്ഗമില്ലാതെ പിന്നെ അവൾ കോടതിയെ സമീപിക്കുമ്പോൾ കുഞ്ഞമ്മയ്ക്കല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ വളരട്ടെ. 18 വയസ്സിന് ശേഷം കൊച്ചിൻ്റെ ഇഷ്ടം അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ എന്നുള്ളത്. ഇപ്പോൾ ആ കുട്ടി 10th സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ് +1 +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുമായി നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവരുടെ പേരും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ എപ്പോഴും വന്ന് നമ്മളോടൊക്കെ സങ്കടം പറയും. ഇവൻ പിന്നെ പൂർണ്ണ രീതിയിൽ എന്നും വഴക്കും വക്കാണുമായിട്ട് ഇതങ്ങ് ഉപേക്ഷിച്ച മട്ടായി, ചിലവിന് കൊടുക്കാതെയായി. അങ്ങനെ ഈ പെണ്ണെന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ചിലവിന് വേണമെന്ന് പറഞ്ഞല്ല കൊടുത്തത്, എനിക്കിനി ഈ ബന്ധം വേണ്ട, പക്ഷേ എൻ്റെ മകളെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അപ്പോൾ 18 വയസ്സ് കഴിയുമ്പോൾ മകളുടെ ഇഷ്ടമാണ് അച്ഛൻ്റെ കൂടെ പോകണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, 18 വയസ്സ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഓരോ വീട്ടമ്മമാരുടെയും കണ്ണീരണിയിക്കുന്ന സ്വന്തം അമ്മയുടെ അനുഭവം തന്നെ സ്വന്തം മകൾക്കും ജീവിതത്തിൽ വന്നു. ഇവൾക്കിപ്പോൾ ജനിച്ചിരിക്കുന്നതും ഈ വീട്ടമ്മയ്ക്കിപ്പം ജനിച്ചിരിക്കുന്നതും പെൺകുട്ടിയാണ്. അതിനെ സിംഗിൾ പാരൻ്റായിട്ട് വളർത്തുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഓരോ ദിവസങ്ങളും നമുക്ക് പറയുമ്പോൾ ഇത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പറഞ്ഞു പോകുന്നു, പക്ഷേ ഒരാൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറയുന്നത് അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന അനുഭവങ്ങളാണ് ഓരോ വീട്ടമ്മയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്നു എന്ന് ആർക്കും തോന്നേണ്ടതില്ല. കാരണം നല്ല സന്തോഷമായി സുഖമായി ജീവിക്കുന്ന ഫാമിലികളെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, അവർ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇപ്പോഴും സ്നേഹത്തിൻ്റെ പേരിലുള്ള ചതിക്കുഴികളിലും അതുപോലെ തന്നെ ഒരാൾ പറയുന്ന മനോഹരമായ വാഗ്ദാനങ്ങളിൽ വീണു പോകാതിരിക്കാനും ഒക്കെയുള്ള ഒരു അവയർനെസ് വീഡിയോ പോലെയാണ് ഞാനിത് പറഞ്ഞു പോകുന്നത് എന്ന് വിചാരിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും പറ്റിക്കാൻ വരുന്നവരെന്നുള്ളതല്ല. പക്ഷേ നമ്മളൊരു സിംഗിൾ പാരൻറ്റിൻ്റെ കീഴിൽ ഒരു മകളായി വളരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആലോചിക്കണം ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും. കാരണം നമ്മുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ യൗവനകാലത്ത് പ്രേമത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൂടാൻ ധാരാളം പേരുണ്ടാവും. പക്ഷേ യൗവനം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണയം മാറി അതൊരു
ജീവിത സാഹചര്യമാകുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. പിന്നെ എല്ലാം ഒരു ഭാഗ്യം കൂടിയാണ് ഒരു നല്ല ജീവിതം കിട്ടുക എന്നുള്ളത്. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും ചിലപ്പോൾ ചില ചതിക്കുഴികളിൽ നമുക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു സാധ്യതയാണ്. കൂടുതലും നമ്മളുടെ എടുത്തുചാട്ടങ്ങൾ, നമ്മുടെ പിടിവാശികൾ, നമ്മുടെ ദുർവാശികൾ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് ഈ സ്നേഹം വരുമ്പോൾ നമുക്ക് ആ വ്യക്തിയിലുള്ള പോരായ്മകളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. പോരായ്മയില്ലാത്ത ആരുമില്ല, പക്ഷേ ജീവിക്കാൻ വേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അതില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ ഓരോ വീട്ടമ്മയ്ക്കും അനുഭവിക്കേണ്ടി വരുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് അവർ നശിപ്പിച്ച് കളയുന്നത് ഇത്തരത്തിൽ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനൊരർത്ഥമില്ല എന്നാക്കി തീർക്കുന്ന പല ജീവിതാനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് സെക്ഷനിൽ ഓരോരുത്തരും അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒരു വേദനയായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് എനിക്കുണ്ട്. ഇപ്പോൾ ആ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിനി എങ്ങനെ മാറി അച്ഛൻ്റെ കൂടെ പോകുമോ എന്നും നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഈ അമ്മ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ജീവിതം എവിടെയൊക്കെയാണ് നമ്മുടെ മാനസികമായി തകർത്ത് കളയുന്നത് എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വീട്ടമ്മയും അത് ശ്രദ്ധിക്കുക, ഓരോ പെൺകുട്ടികളും അതറിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടേക്ക് കെയർ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ.